الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أبرئ نفسي إن النفس لأمارة بالسوء إلا ما رحم ربي إن ربي غفور رحيم സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസി നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധമായ റമദാൻ ഒരുപക്ഷെ അതിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളൊക്കെയും വലിയ സൽക്കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് പരിഗണിക്കുമാറാകട്ടെ. ഏതെങ്കിലും നിലയ്ക്കുള്ള വീഴ്ചകൾ നമ്മൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗഫൂറായ റബ്ബ് നമുക്കതെല്ലാം പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായി മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകം മുഴുവൻ അശാന്തിയുടെ നിഴലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പവിത്രമായ മണ്ണുകൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിലെ ഇനിയുള്ള ദിനരാത്രങ്ങളെ കൂടി ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പള്ളി കാലങ്ങളായി
അൽഹംദുലില്ലാഹ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നാം ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ, എത്രയോ കാലമായി ആ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ ഫോണിലുണ്ട്. ഓരോ ആരാധനയുടെയും സമയം എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ് ആ ആരാധനാകർമ്മം നിർവഹിക്കേണ്ടത്, എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള അറിവും ധാരണയും നേരത്തെ നമ്മിൽ മഹാഭൂരിപക്ഷം ആളുകൾക്കുമുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ വന്നപ്പോൾ മുമ്പില്ലാത്ത ഒരു സജീവത ഈ പള്ളിയിൽ നമ്മൾ കാണുന്നു. നമ്മളൊക്കെ തന്നെയാണ് സജീവമായത്. വിശുദ്ധമായ ദിനരാത്രങ്ങൾ വന്നപ്പോൾ അതിന് മുൻപില്ലാത്തൊരു ഇഷ്ടവും ബന്ധവും ഖുർആനിനോട് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു. വിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങൾ വന്നപ്പോൾ നമുക്കറിയാവുന്ന ആ ആരാധനാ കർമ്മങ്ങൾ ഒന്ന് സജീവമായി ചെയ്യാനുള്ള പരിശ്രമം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകും. എവിടെയാണ് സഹോദരങ്ങളെ മാറ്റം സംഭവിച്ചത്? പള്ളി പുതിയതായി വന്നപ്പോൾ പള്ളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചതല്ല നമ്മൾ. വിശുദ്ധ ഖുർആനാകുന്ന അത്ഭുതകരമായ ഒരു ഗ്രന്ഥം, അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എന്നാൽ ഇനി ആ ഗ്രന്ഥം ഒന്ന് പാരായണം ചെയ്യാം എന്ന് തീരുമാനിച്ചതല്ല നമ്മൾ. ഇങ്ങനെ 5 നേരത്തെ ഒരു നിസ്കാരവും രാത്രി ദീർഘമായ സമയം നിസ്കരിക്കാൻ പറ്റിയ ഒരു തറാവീഹ് അല്ലെങ്കിൽ ഖിയാമുൽ ലൈലൊക്കെ ഉണ്ട് എന്ന് കഴിഞ്ഞ മാസം എപ്പോഴോ ഒരു ആയത്തോ ഹദീസോ കേട്ടപ്പോൾ എന്നാൽ ഇനി അങ്ങ് നിസ്കരിക്കാം എന്ന് തീരുമാനിച്ചതല്ല നമ്മൾ. ഒരു മാറ്റം നമ്മളിൽ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റം സംഭവിച്ചത് നമ്മുടെ മനസ്സിന്റെ അകത്താണ്. മനസ്സിന്റെ അകത്ത് ഒരു മാറ്റമുണ്ടായപ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യവും എല്ലാം ആ മാറ്റത്തിലേക്ക് നമ്മൾ കൂടെ ശക്തമായി നിലകൊണ്ടത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, മനുഷ്യരെ നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇത് ജസദു കുല്ലു, അതങ്ങ് ശരിയായി കഴിഞ്ഞാൽ ശരീരം പൂർണ്ണമായും ശരിയാകും. അതങ്ങ് കേടുവന്നു പോയാൽ ശരീരം മുഴുവനായും കേടുവന്നു പോകും. അതാണ് ഹൃദയം, അതാണ് മനസ്സ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പൊ സഹോദരങ്ങളെ, മനസ്സ് ശരിയായപ്പോഴാണ്, മനസ്സിലൊരു മാറ്റമുണ്ടായപ്പോഴാണ് നമ്മുടെ ശരീരവും നമ്മുടെ പ്രവർത്തനങ്ങളും ചിന്തകളും രീതികളും ഒക്കെ മാറിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഈ വിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന റമദാനായി ഈ റമദാനിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരാഴ്ച കൂടി കഴിഞ്ഞ് പുതിയ ജീവിത സാഹചര്യത്തിലേക്ക് വീണ്ടും നമ്മൾ നടന്നു തുടങ്ങും. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇനി പണി കൊടുക്കേണ്ടത് നമ്മുടെ മനസ്സിനു തന്നെയാണ്. മനസ്സിന് പണി കൊടുക്കാൻ നമ്മൾ മറന്നുപോയാൽ അത് വലിയ അപകടം നമുക്കുണ്ടാകും. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതൊന്നും അതല്ല ആ കൊട്ടാരത്തിലെ രാജ്ഞിയായ പെണ്ണു പറഞ്ഞതാണ് എന്നും വ്യാഖ്യാതാക്കൾ 2 നിലക്ക് അഭിപ്രായം പറഞ്ഞ വചനമാണ് 12-ാം അധ്യായത്തിന്റെ 53-ാമത്തെ വചനം. ആ വചനത്തിൽ അല്ലാഹു പറയുന്നത്, വമാ ഉബല്ലിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഅ്. ഈ തെറ്റുകൾ അവിടെ സംഭവിക്കാനുള്ള ഒരുക്കമുണ്ടായപ്പോ വമാ ഉബല്ലിഉ നഫ്സി, ഞാൻ എന്റെ മനസ്സിനെ ഒഴിവാക്കി പറയുന്നില്ല. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഅ്, നമ്മൾ അടിവരട്ട് മനസ്സിലാക്കേണ്ട വചനാണ്. ഇന്നൻ നഫ്സ, തീർച്ചയായി മനസ്സുണ്ടല്ലോ, ലഅമ്മാറത്തും ബിസ്സൂഅ്, അത് തിന്മയിലേക്ക് ചാഞ്ഞു പോകുന്നതാണ് മനസ്സ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. ഗഫൂറായ റഹീമായ റബ്ബ് കരുണ ചെയ്ത മനസ്സല്ലാത്ത മുഴുവൻ മനസ്സും തിന്മയിലേക്ക് ചാഞ്ഞു പോകുന്ന സ്വഭാവമാണ് മനസ്സിനുള്ളത് എന്ന്. നമ്മുടെ സഹോദരങ്ങളെ, റമദാനിൽ നിന്ന് നമ്മൾ തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിന് നമ്മൾ പണി കൊടുത്തിട്ടില്ല എങ്കിൽ മനസ്സ് തിരിച്ച് നമുക്ക് പണി തരും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഫഹിയ നഫ്സ്, അതാണ് മനസ്സ് എന്ന് പറഞ്ഞാൽ, ഇല്ലം തശ്ഗൽഹാ ബിൽ ഹഖ്, നിനക്ക് നന്മ കൊണ്ട് സത്യം കൊണ്ട് മനസ്സിനെ ബിസിയാക്കാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ ശഗലതുക ബിൽ ബാത്തിൽ,
തിന്മ കൊണ്ട്, തെറ്റുകൊണ്ട്, അരുതായ്മ കൊണ്ട് മനസ്സ് നിന്റെ ബിസിയാക്കും. ലഹരി ഉപയോഗിച്ചപ്പോ മനസ്സ് സന്തോഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. തനിക്കനർഹമാണ് എന്ന 100% ബോധ്യമുണ്ടായിട്ടും കണ്ടുകൊണ്ടൊരു പെണ്ണിനെ നമ്മൾ നോക്കിയപ്പോ മനസ്സാണ് ആസ്വദിച്ചത്. മനസ്സിന് നീ അങ്ങോട്ട് പണി കൊടുത്തില്ല എങ്കിൽ മനസ്സ് തിന്മ കൊണ്ട് നിനക്ക് ഇങ്ങോട്ട് പണി തരുമെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമദാനിന്റെ ഏറ്റവും പുണ്യകരമായ അവസാന പത്തിലെ ഈ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിൽ, ഈ വിശുദ്ധ റമദാനിൽ ഒരുപക്ഷെ അവസാനമായി നമുക്ക് ലഭിക്കുന്ന ഈ വെള്ളിയാഴ്ചയിൽ നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ, ഞാൻ എന്റെ മനസ്സിന് ചില പണികളും ചില ചിന്തകളും കൊടുക്കുമെന്നതാണ്. ഇല്ലെങ്കിൽ ആ മനസ്സ് നമ്മൾ തിന്മയിലേക്ക് വീണ്ടും വലിച്ചു കൊണ്ടുപോകും. അതിലേറ്റവും പ്രധാനമായി നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കേണ്ട ഒരു ചിന്ത, ഞാൻ ഒരിക്കലും ഒറ്റക്കാകുന്നില്ല എന്ന മനസ്സിനോട് നമ്മൾ പറയണം. എവിടെയും ഈ ആകാശത്തിന്റെ ചുവട്ടിൽ ഒരിടത്തും ഒരു സെക്കൻഡ് പോലും ഞാൻ ഒറ്റക്കാകുന്നില്ല എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്താൻ സഹോദരങ്ങൾ നമുക്ക് സാധിക്കും. നമുക്ക് നിങ്ങൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഏത് നാട്ടിലാണ്, എവിടെയാണ് എന്റെ ജന്മനാട് എന്നറിയാതെ, എവിടെയാണ് എന്റെ ഉപ്പയും ഉമ്മയും കുടുംബവും എന്നറിയാതെ, നാട്ടുകാരെയും വീട്ടുകാരെയും ആരെയും കാണാതെ ജീവിക്കുന്ന സമയത്ത് ഒരു കൊട്ടാരത്തിൽ സർവാധികാരങ്ങളുമുള്ള ഒരു പെണ്ണ് ഒരു തിന്മ ചെയ്യാൻ ഒരു ചെറുപ്പക്കാരനെ വിളിക്കുമ്പോൾ യൂസുഫ് നബി തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ പറയാണ്, ഏതൊരു പെണ്ണിന്റെ വീട്ടിലാണോ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കഴിഞ്ഞുകൂടുന്നത്, ആ പെണ്ണ് അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിക്കുകയും കൊട്ടാരത്തിന്റെ സർവ്വവാതിലുകളും കൊട്ടിയടച്ചത് കാലത്ത് ആ പെണ്ണ് പറഞ്ഞു, യൂസുഫെ നീ ഇങ്ങോട്ട് വാ. അന്ന് യൂസുഫ് നബി പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എന്റെ റബ്ബിൽ ശരണം തേടുന്നു. അത് റമദാൻ കഴിഞ്ഞാലും തിന്മകൾ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടും. പഴയ സിനിമ ടെക്നീസുകൾ നമ്മെ മാറ്റി പിടിക്കും. ഫോൺ എടുക്കുമ്പോൾ നമ്മൾ മാറ്റിവെച്ച പഴയ ആപ്പുകൾ ഇനിയും നമ്മുടെ കണ്ണുകൾ അതിൽ ഉടക്കിപ്പോകും. അറിയാതെ നമ്മുടെ വിരൽ ചിലപ്പോൾ അതിൽ സ്പർശിച്ചു പോകും. നമ്മൾ എവിടെയോ സംസാരിച്ച് അവസാനിപ്പിച്ച ഒരു ഫോൺ കോൾ റമദാൻ കഴിഞ്ഞാലും ആ പെണ്ണ് ചിലപ്പോൾ നമ്മൾ തിരിച്ചു വിളിച്ചു എന്ന് വരും. ഒരു മെസ്സേജ് അയക്കാൻ മനസ്സ് വീണ്ടും പാകപ്പെട്ടു എന്ന് വരും. അവിടെ യൂസുഫ് നബി പറഞ്ഞ ഈ ഒരു വാക്ക് മനസ്സിൽ നമ്മൾ പഠിപ്പിക്കണം. ഞാൻ അല്ലാഹുവിൽ ശരണം തേടുന്നു. സ്വസ്ഥമായി അല്ലാഹുവിനെ ഇബാദത്തെടുക്കാൻ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോയൊരു സമയം, ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ. ചെറുപ്പക്കാരിയായ ഒരു പെണ്ണിന്റെ അടുത്ത് ആരും കാണാനില്ലാത്തൊരു സ്ഥലത്ത് അള്ളാഹു പറയാണ്, ഞാൻ എന്റെ റൂഹിനെ അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ എല്ലാം തികഞ്ഞ കാണാൻ ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരന്റെ രൂപത്തിൽ ഞാൻ അവളുടെ അടുത്തേക്ക് അയച്ചു. ആ സമയത്ത് മറിയം പറഞ്ഞു, നീ അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യാ. നിന്നിൽ നിന്ന് ഞാൻ കാരുണ്യവാനായ അല്ലാഹുവിനോട് ശരണം തേടുന്നു. നീ സൂക്ഷ്മതയുള്ളവനാണെങ്കിൽ നീ എന്നെ വിട്ടു പോകണം. നമുക്ക് നിങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റക്കാണ്, കാണാൻ ആരുമില്ല. മറിയം ബീവി ഒറ്റക്കാണ്, കുടുംബം പോലും കാണാനില്ല. പക്ഷെ അവിടെ യൂസുഫ് നബി പറയുന്നു, മറിയം ബീവി പറയുന്നു, മഅദല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ശരണം തേടുന്നു. അഊദു ബിർറഹ്മാൻ, കാരുണ്യവാനായ റബ്ബിനോട് ഞാൻ ശരണം തേടുന്നു. മദ്യത്തിലേക്ക് നമ്മെ അടിമപ്പെടുത്തിയ പഴയ കൂട്ടുകെട്ടിനോട്, തിന്മകളോട്. എന്തിനധികം സഹോദരങ്ങളെ, ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ഒരു കടയുടെ മുന്നിൽ അറിയാതെ മനസ്സ് വലിച്ചു കൊണ്ടുപോകുമ്പോൾ, ഒരു മാസം നന്നായി ജീവിച്ചവരാണ് ഞാൻ അല്ലാഹുവിൽ ശരണം തേടുന്നു എന്ന് പറയാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുന്നു. രണ്ടാമത്തെ സഹോദരങ്ങളെ, അനിവാര്യമായും സംഭവിക്കുന്ന മരണം ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ സംഭവിക്കണമെന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കണം. അപ്പോൾ നിങ്ങളൊരു നാടിന്റെ ഭരണമാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കിട്ടിയത്. ആ നാട്ടിലെ രാജാവിന് പോലും ഇല്ലാത്ത കഴിവാണ് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള ആ അറിവ് അല്ലാഹു കൊടുത്തു എന്നത്. ഈ രണ്ട് നേട്ടങ്ങളും എടുത്തു പറഞ്ഞിട്ട് യൂസുഫ് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന, നീ എനിക്ക് അധികാരത്തിന്റെ ഒരു ഭാഗം തന്നു, സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള കഴിവും തന്നു.
അൻത വലിയീ ഫിദ്ദുനിയാ വൽ ആഖിറ. ആകാശഭൂമികളുടെ സൃഷ്ടാവായ റബ്ബേ, ഇഹത്തിലും പരത്തിലും നീയാണ് എന്റെ രക്ഷാധികാരി. തവഫനി മുസ്ലിമാ വഅൽഹിഖനി ബിസ്സാലിഹീൻ. റസൂലേ, നീ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിച്ച് സ്വാലിഹീങ്ങളുടെ കൂടെ ചേർത്ത് തന്നെ റബ്ബേ. ആ ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും തികട്ടി വരണം. ഒരു അധർമ്മം കാണുന്ന, ഒരു തിന്മ ചെയ്യുന്ന ഒരു സമയത്താണ് അള്ളാഹു തിരിച്ചു വിളിക്കുന്നതെങ്കിൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ആവശ്യമില്ലാത്തത് മുഴുവൻ ഞാൻ മാറ്റിവെക്കുമെന്ന് മനസ്സിന് തീരുമാനമെടുക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഅ്, ഒരു മനുഷ്യന്റെ ഇസ്ലാമികമായ നന്മയിൽപ്പെട്ടതാണ് തർക്കുഹു മാ ലാ യഅനി, അവൻ ആവശ്യമില്ലാത്തതൊക്കെ അവൻ ഒഴിവാക്കും. സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാതും നമുക്ക് ആവശ്യമുള്ളതല്ല സഹോദരങ്ങളെ. ഫോണിൽ വരുന്ന എല്ലാ ആപ്പും ഒരു വിശ്വാസിക്ക് ആവശ്യമുള്ളതല്ല. നാട്ടിൽ തുറക്കപ്പെടുന്ന എല്ലാ കടയും ഒരു വിശ്വാസിക്ക് ആവശ്യമുള്ളതല്ല. തീർക്കുറുമാരായി വേണ്ടാത്തത് കാണുമ്പോൾ വേണ്ട എന്ന് പറയാനുള്ള ഒരു കരുത്ത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ, ഞാൻ പറയുന്നു, പാതിരാത്രികളിൽ കണ്ണു നിറച്ച് നമ്മൾ പ്രാർത്ഥിച്ച അതേ കണ്ണുകൊണ്ട് അനാവശ്യങ്ങൾ കാണാൻ ഒരു മടിയുമില്ലാത്ത ദിവസങ്ങൾ നമ്മളിലേക്ക് തിരിച്ചു വരും, ഉറപ്പാണ്. പാതിരാത്രിയിൽ ഈ പള്ളിയുടെ ഇരുട്ടുള്ള ഒരു മൂലയിൽ അല്ലാഹുവിലേക്ക് ഉയർത്തി തേടിയ ഇതേ കൈകൊണ്ട് തിന്മകളിലേക്ക് പിടിക്കാൻ നമ്മുടെ കൈ പാകപ്പെടും എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് വേണ്ടാത്തതൊന്നും എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്കാകണം. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, ആരാധനകൾ കുറച്ചുകൂടി സജീവമായി ചെയ്യാൻ നമ്മുടെ മനസ്സ് പാകപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്, മാ യതഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതു അലൈഹി. ഞാൻ നിർബന്ധമാക്കി ഒരു കർമ്മം ചെയ്തുകൊണ്ട് അടിമ എന്നിലേക്ക് അടുത്തു വരുന്നതിനേക്കാൾ എനിക്കിഷ്ടമുള്ള വേറെ ഒന്നുമില്ല. നിസ്കരിക്കണമെന്ന് മനസ്സിങ്ങനെ പറയണം. നിസ്കരിക്കണമെന്ന് മനസ്സ് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ നിസ്കാരത്തിന്റെ സമയത്ത് അനാവശ്യം കാണുമെന്ന് മനസ്സ് പറയും. എനിക്ക് ഈ കുറച്ചൊക്കെ സുന്നത്ത് നോമ്പ് എടുക്കണമെന്ന് മനസ്സ് പറയണം. നിസ്കാരത്തെ പോലെ നോമ്പ് പോലെ നിർബന്ധമുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ ശേഷം അല്ലാഹു പറഞ്ഞു, അപ്രകാരം തന്നെ സുന്നത്തുകൾ കൊണ്ട് എന്റെ അടിമ എന്റെ അടുത്തേക്ക് വരും, ഞാൻ എന്റെ അടിമയെ ഇഷ്ടപ്പെടുന്നത് വരെ. ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഓന്റെ കയ്യും കാലും പിടിക്കുന്നതും നോക്കുന്നതും നടക്കുന്നതും ഒക്കെ എനിക്കിഷ്ടമുള്ള വഴിയായിരിക്കുന്ന ഹദീസിന്റെ ബാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. എന്താ അല്ലാഹുവിന്റെ വാഗ്ദാനം? സുന്നത്തുകൊണ്ട് പടച്ചോനിലേക്ക് അടുക്കാൻ നിങ്ങൾ ഒരുക്കാണോ? അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാകും. നമ്മുടെ സഹോദരങ്ങളെ, ഒരു സുന്നത്ത് നോമ്പൊക്കെ എടുക്കാൻ, കുറച്ച് ദിക്റും ദുആയൊക്കെ ചെല്ലാനുള്ള ഒരു മനസ്സിനെ ആരാധനകൾക്ക് നമ്മൾ പാകപ്പെടുത്തുക. അഞ്ചാമത്തെ കാര്യം, നമ്മൾ ദിക്റുകൾ കുറച്ചുകൂടി സജീവമായി ചെയ്യണം. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. റമളാൻ കഴിഞ്ഞാലും ആ സുബഹി കഴിഞ്ഞിട്ടൊന്ന് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ, അസർ കഴിഞ്ഞ് മഗ്രിബ് വാങ്ങിയിട്ടാണെങ്കിലൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു പോലെയുള്ള സല്ലാത്തുള്ള ഒരു സമയം നമ്മൾ ബോധപൂർവം കാണണം. കാരണം അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയം ശാന്തമാകും, ദിക്റുകൾ കൂടെയുണ്ടാകും. അങ്ങനെ സഹോദരങ്ങളെ, മനസ്സിനെ നമ്മൾ ബിസിയാക്കും. റമളാൻ കഴിഞ്ഞാലും എന്നതായിരിക്കണം നമ്മുടെ തീരുമാനം. ഇല്ലെങ്കിൽ ശൈത്താൻ കളിക്കുക മനസ്സിന്റെ അകത്താണ്. അല്ലാഹു പറഞ്ഞത്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, കുസൃതി കാട്ടി പിന്മാറുന്നവനാണ് ശൈത്താൻ. യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, മനുഷ്യന്റെ മനസ്സിൽ അവൻ മന്ത്രണം നടത്തും. എല്ലാം ചെയ്ത് ബദറിൽ ഇറങ്ങാൻ മടി കാണിച്ചിരുന്ന ശത്രുവിനെ ബദറിന്റെ മുറ്റത്തേക്ക്, ബദറിന്റെ രണാങ്കണ ഭൂമിയിലേക്ക് അങ്ങ് ഇറക്കിയിട്ട് നിങ്ങൾ എന്തായാലും ജയിക്കും നല്ല മോട്ടിവേഷൻ കൊടുത്ത് ആയുധെടുത്ത് അവരെ ഇറങ്ങിയപ്പോഴാണ് ശൈത്താൻ പിന്മാറിപ്പോയത്. അതുകൊണ്ട് വീണ്ടും തോന്നിയാസത്തിലേക്ക് കൊണ്ടുപോകാൻ മനസ്സിലാണ് ശൈത്താൻ ആദ്യം പണിയെടുക്കുക. യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, ഹൃദയങ്ങളിൽ ദുർമന്ത്രണം നടത്തും ശൈത്താൻ. അതുകൊണ്ട് ആ ശൈത്താന്റെ ദുർമന്ത്രണത്തിൽ നിന്നും നന്മകൾ കൊണ്ട്, നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, ദിക്റ് കൊണ്ട്, ദുആ കൊണ്ട് മനസ്സിനെ ബിസിയാക്കാൻ, പടച്ചവനുണ്ട് എന്നെ കാണുന്നു എന്ന ബോധ്യം എപ്പോഴും മനസ്സിൽ കൊത്തിവെക്കാൻ
സഹോദരങ്ങളെ, മരണം സ്വാലിഹായ രൂപത്തിൽ നിനക്ക് സ്വീകരിക്കാനാവണേ എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ഈ റമദാന് കൊണ്ട് നമുക്ക് സാധ്യമായില്ല എങ്കിൽ ഈ റമദാനും നമുക്കെതിരെ സാക്ഷി പറയുന്ന സാഹചര്യമുണ്ടാകും. അത് വലിയ നഷ്ടമായിരിക്കും. 10-30 ദിവസം ഇങ്ങനെ ഒതുങ്ങിക്കൂടി റെഡിയായി നിസ്കരിക്കാനൊക്കെ സമയത്ത് വന്ന് സ്വഫിൽ നിന്ന് പ്രാർത്ഥിച്ച് നിസ്കാരം കഴിഞ്ഞാലും അധികാരമൊക്കെ ചൊല്ലി ഖുർആനൊക്കെ 2, 3, 4 തവണ ഓതി തീർത്ത് ഉള്ളതിൽ നിന്നും ഇല്ലാത്തതിൽ നിന്ന് പിശുക്കിയെടുത്തും അള്ളാന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുത്ത് എന്തൊക്കെ നന്മ ചെയ്ത മനുഷ്യരാണ് നമ്മൾ. നമ്മിൽ നിന്ന് സ്വീകരിക്കുമെന്നവരുടെ ഇതൊക്കെ സഹോദരങ്ങളെ വെള്ളത്തിൽ വരച്ച വര പോലെ ഷൗവാല് പൂർത്തിയാകുന്നതിന്റെ മുൻപ് ശൈത്താൻ പണിയെടുക്കും. ശൈത്താന്റെ പ്രതിജ്ഞയാണ് ഈ ഇരിക്കുന്ന നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ശത്രുവിനെ ശത്രുവായി കണ്ട് ശൈത്താൻ ഒരിക്കൽ എന്റെ മനസ്സിൽ ഞാൻ കുടിക്കില്ലെന്ന് തീരുമാനിച്ചാൽ ഈ നോറ്റ നോമ്പ് മുഴുവൻ വെറുതെയാണ്, ഈ ചൊല്ലിയ ദിക്ർ മുഴുവൻ വെറുതെയാണ്, ഈ എടുത്ത ഇബാദത്ത് മുഴുവൻ പാഴായി പോകും. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച, ഒരുപക്ഷെ 29 നോമ്പാണെങ്കിൽ അവസാനത്തെ വെള്ളിയാണെന്ന് നാം ഒന്നിച്ചെടുക്കുന്ന പ്രതിജ്ഞ നന്മ കൊണ്ട്, ദീനുകൊണ്ട്, പടച്ചവനെ കുറിച്ചുള്ള ചിന്ത കൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ട്, മനോഹരമായ അധികാരങ്ങൾ കൊണ്ട് ഞാൻ എന്റെ മനസ്സിനെ ബിസിയാക്കി നിർത്തും എന്ന് പ്രതിജ്ഞയെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഗൗരവത്തോടുകൂടി കാണേണ്ട 2 ഹദീസുകളുണ്ട്. ഒന്ന്, റമദാൻ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, ഇന്ന ഹാദ അശ്ശഹറ ഖദ് ഹദറക്കും, മനുഷ്യരെ ഇതാ ഈ മാസം നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, ഈ മാസത്തിൽ 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാവും. മൻ ഹുലിമഹാ ഫഖദ് ഹുലിമൽ ഖൈറ കുല്ലഹു, ആ ദിവസം ഏതെങ്കിലും ഒരുത്തന് തടയപ്പെട്ടുവെങ്കിൽ അവന് സർവ്വ നന്മയും തടയപ്പെട്ടിരിക്കുന്നു. ഹദീസിന്റെ ബാക്കിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാശം സംഭവിച്ചവനല്ലാതെ നന്മകൾ തടയപ്പെടൂലെന്ന്. അതായത് ലൈലത്തുൽ ഖദറിന്റെ രാവ് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത നഷ്ടമൊരുത്തനുണ്ടെങ്കിൽ, ലൈലത്തുൽ ഖദറിന്റെ രാവ് അതിന്റെ നന്മ ഒരാൾക്ക് ഉപയോഗപ്പെടുത്താൻ മനസ്സില്ലെങ്കിൽ അവന് എല്ലാ നന്മയും തടയപ്പെട്ടിരിക്കുന്നു എന്ന്. അതുകൊണ്ട് അടുത്ത ലൈലത്തുൽ ഖദർ വരെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു നിർണയിക്കുന്ന രാവാണ് ലൈലത്തുൽ ഖദർ. അന്നൊന്ന് പടച്ചോന്റെ മുന്നിൽ ഉണർന്നിരിക്കാനും പടച്ചോന്റെ മുന്നിൽ ഒന്ന് ചിലതൊക്കെ ഒന്ന് ഏറ്റു പറയാനും മനസ്സ് പാകപ്പെട്ടിട്ടില്ലെങ്കിൽ സർവ്വ നന്മയും നമുക്ക് തടയപ്പെട്ടിരിക്കുന്നു എന്ന്. സഹോദരങ്ങളെ, 2 പ്രതീക്ഷിക്കാൻ പറഞ്ഞ ഒറ്റയിട്ട രാവ് പ്രത്യേകിച്ചു 2 നമ്മൾ കൊഴിഞ്ഞുപോയി. എത്ര സമയം പടച്ചോനോട് വേണ്ടി പറഞ്ഞിരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ ഏറ്റുപറയുക. ഒരു ജീവിതം മുഴുവൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തിട്ട് പാതിരാത്രികളിൽ പോലും തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വീടാന്തരം കയറിയിറങ്ങിയ ഞാൻ സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കണ്ടിട്ടുണ്ട്. ആ കൊട്ടാരം ഉമറിനുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉമറാണ്. ഹുദൈഫ അന്ന് ആ കപട വിശ്വാസികളുടെ പേര് പറഞ്ഞെടുത്ത് എന്റെ പേര് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതെങ്കിൽ നമുക്ക് എന്താ അർഹതയുണ്ടാവും മനുഷ്യർ? ആ റബ്ബിനോട് നമ്മൾ ചെയ്ത ഇന്നലകളിൽ അരുതായ്മകൾ ഏറ്റുപറഞ്ഞൊന്ന് ഉണർന്നിരിക്കാൻ ഉപ്പിലിട്ട് തിന്ന ഓടുന്ന സമയം പോലെ നമുക്ക് അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കെല്ലാം നന്മയും തടയപ്പെട്ടിരിക്കുന്നു എന്ന് ഹതഭാഗ്യരാവും നമ്മൾ. തുടങ്ങിയുള്ള ദിവസങ്ങൾ കുറച്ച് ഉണർന്നിരിക്കാൻ നമ്മൾ സമയം കാണണം. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അത് തുഹ്റത്തൻ ലിസ്വാഇമി, നോമ്പുകാരന്റെ നോമ്പിൽ എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിക്കിട്ടാനുള്ളതാണ്. തുഹ്റത്തൻ ലിൽമസാകീൻ, സാധുവിനുള്ള ഭക്ഷണവും കൂടിയാണ്. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഫിത്ർ സക്കാത്ത് നമ്മളെല്ലാവരും നിശ്ചയിച്ച തുക നമ്മൾ കൊടുക്കും. ആ അരി കിട്ടേണ്ടത് ആർക്കാണ്? പണ്ഡിതന്മാര് പറഞ്ഞു 2 അഭിപ്രായമാണ്. ഒന്ന്, സക്കാത്തിന്റെ 8 അവകാശികളാണ് ഫിത്ർ സക്കാത്തിന്റെ അവകാശികൾ.
കുറച്ചും കൂടി സൂക്ഷ്മമായി മിസ്കീന്റെ ഭക്ഷണമാണത് എന്ന് പറഞ്ഞ ഹദീസിനെ മുഖവിലക്കെടുത്ത് കുറച്ചുകൂടി പ്രബലമായ അഭിപ്രായം ഫക്കീറും മിസ്കീനും, സക്കാത്തിന്റെ അവകാശങ്ങളിലെ ഫക്കീറും മിസ്കീനും മാത്രമേ ഫിത്ർ സക്കാത്തിന്റെ അരി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ കൊടുക്കുന്നിടത്ത് കുറച്ചും കൂടി ഒരു സൂക്ഷ്മത കാണിക്കുകയും വാങ്ങിക്കൊണ്ടുപോകുന്നിടത്ത് ഞാനിതിന് അവകാശിക്കുന്നു. ഒരു 2 കിലോ അരിക്ക് ചെറിയ പൈസ ഉള്ള കാര്യം, പക്ഷെ ഈ വാങ്ങിക്കൊണ്ടുപോയി തിന്നുന്നത് എനിക്ക് അനുവദനീയമാകുമെന്ന് വാങ്ങുന്നവരും സഹോദരങ്ങളെ ചിന്തിക്കണം. ആ നിലക്ക് നന്മയുള്ള ദിനരാത്രങ്ങളായി ഇനിയുള്ള ദിവസങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കണം. ഇതോടൊപ്പം നമ്മുടെ പെരുന്നാൾ നിസ്കാരം 7:15 നമുക്ക് 7:15 കൃത്യനിസ്കാരം ആരംഭിക്കണം. അതിന് പറ്റുന്ന രൂപത്തിൽ കുടുംബസമേതമില്ല, നല്ല വസ്ത്രം ധരിക്കുക. നല്ല വസ്ത്രം ധരിക്കുമ്പോൾ ഈ 10-30 ദിവസം അള്ളാഹ്ക്ക് നമ്മൾ കൊടുത്തിട്ട് അതിന്റെ എല്ലാ ഹുറുമത്തും കളയുന്ന രൂപത്തിലുള്ള ഒരു നിരക്കും ഇസ്ലാമിന് യോജിക്കാത്ത ഡ്രസ് എടുക്കാൻ ഒരിക്കലും നമ്മൾ പരിശ്രമിക്കരുത്. ഭക്ഷണം കഴിച്ചുകൊണ്ട് മുസ്ലിലേക്ക് പുറപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കണം. നിനക്ക് എല്ലാ നന്മകളിലും സജീവമാവുക. എല്ലാ നന്മകൾക്കും തോഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരും തുണക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് റമദാനുകളിൽ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങൾ ജീവിതത്തിലെ ഏറ്റവും നല്ല റമദാനായി പടച്ചറപ്പിന്റെ പരിഗണിക്കപ്പെടുവാനാകട്ടെ. നമ്മൾ ചെയ്ത എല്ലാ നന്മകളും അല്ലാഹു നമുക്ക് സ്വീകരിക്കുമാറാകട്ടെ. വീഴ്ചകളും തിന്മകളും അരുതായ്മകളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഈ റമദാനിൽ വലിയ അത്ഭുതങ്ങൾ തീർത്തവർ ഈ സദസ്സിലുണ്ട്. ഈ പള്ളിയിലേക്ക് ഒരു ഫിൽറ്റർ ആവശ്യമായിരുന്നു, സൗജന്യമായി വെള്ളം കൊടുത്തു. ഈ പള്ളിയുടെ പണി പൂർത്തിയാകുന്നിടത്ത് നമുക്കിപ്പോഴും സാമ്പത്തികമായ ആവശ്യമുണ്ട്. ഇന്നും നമ്മളെല്ലാവരും നന്നായി സഹകരിക്കണം. എന്നാലും വലിയ ഓഫറുകൾ ചെയ്ത, അതിലേക്ക് പലതും സംഭാവനകൾ ചെയ്ത ആളുകളുണ്ട്. അങ്ങനെ സ്വതക്കയുടെ കാര്യത്തിൽ അത്ഭുതങ്ങൾ തീർത്ത കുറേ മനുഷ്യർ വരുന്നത് അവരെല്ലാവരും സ്വീകരിക്കുമാറാകട്ടെ. അവർ വിചാരിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം നൽകി അല്ലാഹു അവരെ ആദരിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പും നിസ്കാരവും നമ്മുടെ തറാവീഹും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സുന്നത്തുകളും നമ്മുടെ ദിക്റുകളും ഒക്കെ പടച്ചറപ്പ് പൂർണ്ണമായി നമ്മെ പരിഗണിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ട് രോഗവും മറ്റു കാരണവും മറ്റുള്ളവരെ പോലെ സജീവനാകാൻ പറ്റാതെ പോയ ആളുകളുണ്ട്. ഒരു കുറ്റക്കാരല്ല, അവർക്ക് സജീവമായിരുന്ന കാലത്ത് ചെയ്തതുപോലെയുള്ള പ്രതിഫലം നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ ദീർഘമായ മണിക്കൂറുകൾ പള്ളികളിൽ നിസ്കാരം നടന്നിരുന്നതിൽ നിന്ന് മാറി അറേബ്യൻ നാടുകളിൽ ചെറിയ മിനിറ്റുകൾ മാത്രമാണ് വിവാദത്തുകൾ നടക്കുന്നത്. നാടുകളുടെ സമാധാന അന്തരീക്ഷം തിരിച്ചു കൊടുക്കുമാറാകട്ടെ. അവർ നമ്മുടെയൊക്കെ പ്രതീക്ഷയാണ് പ്രവാസികൾ. നമ്മളൊന്ന് തളർന്നു പോയിടത്ത് കൈത്താങ്ങ് തന്ന പലപ്പോഴും കൂടെ നിന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളാണ്. അവർക്ക് അവരുടെ അസന്തോഷകരമായ പഴയ ജീവിതം തിരിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഭൂമികൾക്ക് പൂർണ്ണമായ സുരക്ഷയും കാവലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുവിന്റെ എല്ലാ കുതന്ത്രങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. ആയുസ്സോടുകൂടി ആഫിയത്തോടുകൂടി ഇനിയും റമദാനുകളെ ജീവിതത്തിൽ സ്വീകരിക്കാനും കഴിഞ്ഞതിനേക്കാൾ ഏറ്റവും ഭംഗിയായി ഓരോ റമദാനിനെയും തിരിച്ചയക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. والسلام على المرسلين والحمد لله رب العالمين.